പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോമിനേഷൻ നൽകലും സ്വീകരിക്കലും. നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏതെല്ലാം നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഈ അധ്യായത്തിൽ നമുക്ക് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ 5-ാം ചട്ടപ്രകാരം ഫോറം 1-ലാണ് തിരഞ്ഞെടുപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിക്കേണ്ടത്. ഇത് വരണാധികാരിയുടെ ഓഫീസിലും ഉപവരണാധികാരിയുടെ ഓഫീസിലും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. സാധാരണയായി തിരഞ്ഞെടുപ്പ് നോട്ടീസിൽ മലയാള ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുക. എന്നാൽ ചില ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ന്യൂനപക്ഷ ഭാഷയിൽ കൂടി ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കണം. തിരഞ്ഞെടുപ്പ് നോട്ടീസിന്റെ ആദ്യ ഭാഗമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിന്റെ തലക്കെട്ടിൽ ഏത് പ്രാദേശിക ഭരണകൂടത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നും ഏത് വാർഡ് അല്ലെങ്കിൽ ഡിവിഷനിലേക്കാണ് മത്സരമെന്നും രേഖപ്പെടുത്തുന്നു. ഈ തിരഞ്ഞെടുപ്പ് നോട്ടീസിലെ 7 ഖണ്ഡികയിൽ 2-ാമത്തെ ഖണ്ഡിക സൂചിപ്പിക്കുന്നത് ഏത് സമയത്താണ് സൗജന്യമായി നോമിനേഷൻ ഫോറങ്ങൾ വോട്ടർമാർക്ക് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. 3-ാമത്തെ ഖണ്ഡികയിൽ നോമിനേഷൻ സ്വീകരിക്കുന്ന സമയവും സ്ഥലവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 4-ാമത്തെ ഖണ്ഡികയിൽ നോമിനേഷനുകളുടെ സൂക്ഷ്മ പരിശോധനാ സമയവും തീയതിയും സ്ഥലവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 5-ാമത്തെ ഖണ്ഡികയിൽ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള അവസാന സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 6-ാമത്തെ ഖണ്ഡികയെ പറയുന്നത് പോളിംഗ് നടക്കുന്ന അവസരത്തിൽ എവിടെ വെച്ചാണ് പോളിംഗ് നടക്കുക എന്നും ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് പോളിംഗ് സമയം എന്നുമാണ്. 7-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് പോളിംഗിന് ശേഷം വോട്ടെണ്ണൽ എവിടെ വെച്ച് ഏത് സമയത്ത് ആരംഭിക്കും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് നോട്ടീസിന്റെ അടുത്ത ഭാഗത്ത് ഏതു മണ്ഡലത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങളും വരണാധികാരിയുടെയും ഉപവരണാധികാരിയുടെയും വിവരങ്ങളുമാണ് രേഖപ്പെടുത്തുന്നത്. വരണാധികാരിയുടെ തസ്തികയും വരണാധികാരിയുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തിന്റെ വിലാസവും അതുപോലെ തന്നെ ഉപവരണാധികാരിയുടെ തസ്തികയും വിലാസവും ആണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്. നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നോമിനേഷൻ ഫോറങ്ങൾ സൗജന്യമായാണ് വോട്ടർമാർക്ക് വിതരണം ചെയ്യേണ്ടത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി രാവിലെ 11 മണി മുതൽ നോമിനേഷനുകൾ സ്വീകരിക്കാവുന്നതാണ്. നോമിനേഷനുകൾ സ്വീകരിക്കുന്നത് വരണാധികാരിയോ ഉപവരണാധികാരിയോ ആകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. നോമിനേഷനുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഫോം 2-ലും ആണ് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ആസ്തി ബാധ്യതകൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം 2A-യിലും നൽകേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ നോമിനേഷൻ സ്വീകരിക്കുന്ന അവസാന ദിനം വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 11 മണി മുതൽ 3 മണി വരെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നോമിനേഷനുകൾ സ്വീകരിക്കുക. സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകനോ ഈ നോമിനേഷൻ നൽകാവുന്നതാണ്. വരണാധികാരിയോ ഉപവരണാധികാരിയോ മാത്രം ഈ നോമിനേഷൻ സ്വീകരിക്കേണ്ടതാണ്. നോമിനേഷൻ നൽകുന്നതിന് മുൻപ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് ആയതിന്റെ രശീതി അല്ലെങ്കിൽ രേഖ സമർപ്പിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തിന് 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയ്ക്ക് 4000 രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവയ്ക്ക് 5000 രൂപയുമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. എന്നാൽ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന സ്ഥാനാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്
പകുതി തുക നൽകിയാൽ മതിയാകും. നോമിനേഷൻ നൽകേണ്ട അവസാന തീയതിയും സമയവും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ കൃത്യമായി പ്രതിപാദിച്ചിരിക്കേണ്ടതാണ്. ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ വോട്ടർ ആയിരിക്കണമെന്നുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശകൻ അതേ മണ്ഡലത്തിലെ വോട്ടർ ആകണം എന്നുള്ള നിഷ്കർഷയുണ്ട്. ഒരു നോമിനേഷനോടൊപ്പം ഒരു നാമനിർദ്ദേശകനാണ് വേണ്ടത്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും സ്വതന്ത്രനായാലും ഒരു നാമനിർദ്ദേശകൻ മാത്രം മതിയാകും. ഒരു സ്ഥാനാർത്ഥിക്ക് 3 നോമിനേഷനുകൾ വരെ നൽകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നു. എന്നാൽ ഈ 3 നോമിനേഷനുകളിലെയും നാമനിർദ്ദേശകന്മാർ വ്യത്യസ്തരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിലേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കാവുന്നതാണ്. എന്നാൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിലേക്കോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ 2 വാർഡുകളിലേക്കോ ഒരു ജില്ലാ പഞ്ചായത്തിലെ 2 വാർഡുകളിലേക്കോ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പ് നിയമം അനുവദിക്കുന്നില്ല. ഈ നോമിനേഷനോടൊപ്പം ഒരു പ്രതിജ്ഞ സ്ഥാനാർത്ഥി എടുക്കേണ്ടതുണ്ട്. ഈ പ്രതിജ്ഞ വരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഉപവരണാധികാരിയുടെയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മറ്റ് ചില ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എടുത്ത ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പ്രത്യേക ഫോർമാറ്റിൽ അത് നോമിനേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. നോമിനേഷൻ നൽകുന്നതിന് മുൻപ് തന്നെ ഡെപ്പോസിറ്റ് എമൗണ്ട് അടച്ച് ശേഷം മാത്രമേ നോമിനേഷൻ നൽകാനാവൂ. തിരഞ്ഞെടുപ്പ് നോമിനേഷനോടൊപ്പം സ്ഥാനാർത്ഥി നൽകേണ്ട പ്രതിജ്ഞ ആരുടെയൊക്കെ മുന്നിൽ എടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും, സ്ഥാനാർത്ഥി ജയിലിലാണെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് മുന്നിലും, ഡിറ്റൻഷൻ ക്യാമ്പിലാണെങ്കിൽ അവിടുത്തെ കമാൻഡന്റിന്റെ മുമ്പിലും, ആശുപത്രിയിൽ ചികിത്സയിലാണെങ്കിൽ കിടത്തി ചികിത്സയിലാണെങ്കിൽ ആ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെയോ മുന്നിലും, സ്ഥാനാർത്ഥി നോമിനേഷൻ സമയത്ത് ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ ആ രാജ്യത്തെ കൗൺസിലർ റെപ്രസെന്റേറ്റീവിന്റെ മുന്നിലും ഈ പ്രതിജ്ഞ എടുത്ത് പ്രത്യേക ഫോർമാറ്റിൽ അത് ഒപ്പിട്ട് വാങ്ങി നോമിനേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നോമിനേഷനോടൊപ്പം സ്ഥാനാർത്ഥി ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം 2 നോമിനേഷൻ നൽകേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് 3 നോമിനേഷനുകൾ വരെ നൽകാവുന്നതാണ്. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കായോ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിലോ നൽകുന്നതിന് വിരോധമില്ല. ഫോം 2 ഫോം 2A ആസ്തി ബാധ്യതാ സ്റ്റേറ്റ്മെന്റ് കൂടി നൽകേണ്ടതുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകുന്നത് സംബന്ധിച്ച രശീതിയോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ നോമിനേഷനോടൊപ്പം തന്നെ നൽകേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി എടുക്കുന്ന പ്രതിജ്ഞ വരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഉപവരണാധികാരിയുടെയോ മുന്നിൽ നിന്നാവാം. അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ രേഖപ്പെടുത്തി ഒപ്പുവെച്ച് നൽകേണ്ടതാണ്. വരണാധികാരിയോ ഉപവരണാധികാരിയോ അല്ലാതെ മറ്റുദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്നും സ്ഥാനാർത്ഥിക്ക് പ്രതിജ്ഞ എടുക്കാവുന്നതാണ്. ആരൊക്കെയാണ് അതിന് ചുമതലപ്പെട്ടിട്ടുള്ളത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി പറയുന്നുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് എടുത്ത പ്രതിജ്ഞ പ്രത്യേക ഫോർമാറ്റിൽ രേഖപ്പെടുത്തി ഒപ്പുവെച്ച് നോമിനേഷനോടൊപ്പമോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയുടെ തീയതിക്ക് മുൻപോ സ്ഥാനാർത്ഥി ഹാജരാക്കേണ്ടതുണ്ട്. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർ ആണെങ്കിൽ അയാളുടെ വോട്ടുള്ള മണ്ഡലത്തിലെ ഇലക്ടറൽ റോളിന്റെ പകർപ്പ് നൽകേണ്ടതുണ്ട്. ഈ ഇലക്ടറൽ റോളിന്റെ പകർപ്പിന് പകരം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ നൽകുന്ന വോട്ടർ പട്ടികയുടെ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ നൽകിയാലും മതിയാകും. പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ
ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന നിയമപ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് താലൂക്ക് തഹസിൽദാരെയാണ്. ആയതിനാൽ തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. ഇനി ഒരു ജനറൽ മണ്ഡലത്തിൽ ഒരു പട്ടികജാതി വർഗക്കാരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പകുതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചാൽ മതിയാകും. രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണെങ്കിൽ അവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ കത്ത് നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചു നൽകുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് ചെലവുകൾ ഒരു ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് നടത്തേണ്ടത്. പണവും ചെലവും കാണിക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ട് വിശദ വിവരങ്ങൾ ഫോം N42 നൽകേണ്ടതാണ്. നോമിനേഷന്റെ തൊട്ടു തലേ ദിവസം എടുത്ത പുതിയ ബാങ്ക് അക്കൗണ്ട് ആയാലും വിരോധമില്ല. വരണാധികാരിയുടെയോ ഉപവരണാധികാരിയുടെയോ കാര്യാലയങ്ങളിൽ ലഭിക്കുന്ന നോമിനേഷനുകൾ നമ്പർ ഇട്ട് സ്വീകരിച്ച് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഈ നോമിനേഷനുകളിലെ നമ്പറിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരണാധികാരിയുടെ ഓഫീസിൽ അഥവാ ROയുടെ ഓഫീസിൽ ലഭിക്കുന്ന നോമിനേഷനുകൾക്ക് പ്രത്യേക ഫോർമാറ്റ് ഇങ്ങനെയാണ്: RO/വാർഡ് നമ്പർ /സീരിയൽ നമ്പർ /ഇയർ. ഉദാഹരണത്തിന് ROയുടെ ഓഫീസിൽ 14-ാം വാർഡിലെ 3-ാമത്തെ നോമിനേഷൻ ആണ് നൽകുന്നതെന്നിരിക്കുക. എങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ RO/14/3/2025 എന്നായിരിക്കും. അതിന് തൊട്ടു താഴെയായി DD/MM/YYYY എന്ന ഫോർമാറ്റിൽ തീയതിയും നോമിനേഷൻ നൽകുന്ന സമയവും വരണാധികാരിയോ അല്ലെങ്കിൽ ഉപവരണാധികാരിയോ ആരാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ ഒപ്പും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ഉപവരണാധികാരിയുടെയോ അല്ലെങ്കിൽ AROയുടെയോ ഓഫീസിലാണ് നോമിനേഷൻ സ്വീകരിക്കുന്നതെങ്കിൽ RO എന്നതിന് പകരം സീരിയൽ നമ്പറിന് ആദ്യം ARO എന്ന് രേഖപ്പെടുത്തണം. നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ വരണാധികാരിയോ ഉപവരണാധികാരിയോ എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രാഥമിക പരിശോധന നടത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വോട്ടർ പട്ടികയിലെ എൻട്രികളും നോമിനേഷൻ പേപ്പറിലുള്ളതും വ്യത്യസ്തമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരാൻ അതിന് വേണ്ട രേഖകൾ ഒപ്പം നൽകുവാൻ സ്ഥാനാർത്ഥിയോടോ നാമനിർദ്ദേശകനോടോ ആവശ്യപ്പെടാം. ഫോം 2 നോമിനേഷനോടൊപ്പം സമർപ്പിക്കുന്ന ഫോം 2A കൃത്യമായി പൂരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ മുഴുവൻ കോളങ്ങളും പൂരിപ്പിച്ചിട്ടില്ല എങ്കിൽ സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് നൽകി ആയത് പൂരിപ്പിച്ച് കൃത്യമായി പൂരിപ്പിച്ച പുതിയ ഫോം 2A നോമിനേഷന്റെ അവസാന ദിവസത്തിന് മുമ്പ് ഹാജരാക്കുവാൻ നിർദ്ദേശിക്കണം. പ്രതിജ്ഞ സ്ഥാനാർത്ഥി നോമിനേഷനോടൊപ്പം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ആയത് നോട്ടീസ് നൽകി ഫോം N2 നോട്ടീസ് നൽകി സ്ക്രൂട്ടിനി തീയതിക്ക് മുമ്പ് സമർപ്പിക്കുവാൻ നിർദ്ദേശിക്കേണ്ടതാണ്. ഓരോ ദിവസവും ലഭിച്ച നോമിനേഷനുകളുടെ ഒരു ലിസ്റ്റ് വരണാധികാരിയുടെയും ഉപവരണാധികാരിയുടെയും ഓഫീസിൽ ലഭിച്ച നോമിനേഷനുകളുടെ ഒരു ലിസ്റ്റ് ഫോം N3 വരണാധികാരിയുടെ ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അന്ന് ലഭിച്ച നോമിനേഷനുകളിലൊപ്പം നൽകിയ ഫോം 2A പകർപ്പുകളും വരണാധികാരിയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. നോമിനേഷൻ സ്വീകരിക്കുന്നതിന്റെ അവസാന ദിവസം 3 മണിക്ക് ശേഷം ആകെ ലഭിച്ച നോമിനേഷനുകളുടെ ഒരു ലിസ്റ്റ് ഫോം 3 വരണാധികാരിയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഫോം N3 ലിസ്റ്റും ഫോം 3 ലിസ്റ്റും നോമിനേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനായി ഓരോ നോമിനേഷൻ ലഭിക്കുമ്പോഴും ആവശ്യമായ വിവരങ്ങൾ നോമിനേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്ത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്.
നോമിനേഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ത്രിതലം ലളിതത്തിന്റെ 1-ാം അധ്യായം സൂചിപ്പിച്ചത്. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.